വയോജനങ്ങൾ താമസിക്കുന്ന വീടുകൾക്ക് പോലീസ് നിരീക്ഷണവും സംരക്ഷണവും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. മകൻ വീടിന് തീവച്ച് കൊലപ്പെടുത്തിയ വൃദ്ധദമ്പതികളുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം.പി. ചെന്നിത്തലയിൽ കഴിഞ്ഞ ദിവസം മകൻ വീടിന് തീവച്ച് കൊലപ്പെടുത്തിയ ചെന്നിത്തല കോട്ടമുറിയിൽ കൊറ്റാട്ടുകാവിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മകൻ മാതാപിതാക്കളെ എന്തിന് ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നും കൊലപാതകത്തിനു ശേഷമാണോ വീടിന് തീവച്ചത് എന്നുമുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ടെന്നും അതിന് പോലീസിന്റെ സമഗ്രമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിദാരുണമായ ഒരു സംഭവമാണ് ചെന്നിത്തലയിലെ കോട്ടമുറിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു ഭർത്താവിനെയും ഭാര്യയെയും, വളരെ പ്രായം ചെന്ന ഭർത്താവ് ഭാര്യയെ സ്വന്തം മകൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് വീടാകെ കത്തി നശിച്ച് കൊന്ന സംഭവം നമ്മളെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. ഞാൻ ഇന്നലെ ഡൽഹിയിലായിരുന്നു, പാർലമെന്റ് സമ്മേളനമായതുകൊണ്ട് ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് ഈ സംഭവം വാർത്താമാധ്യമങ്ങളിൽ അറിഞ്ഞത്. ഇന്ന് പാർലമെന്റ് അവധിയായതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയതാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അറിയാനും അതുതന്നെ നടന്ന സംഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് വളരെ ദാരുണമായ ഒരു കൊലപാതകമായിട്ടാണ് ഇതിനെ കാണുന്നത്. സ്വന്തം മകനാണെങ്കിൽ പോലും എന്തിനെ ചെയ്തു, അത് എങ്ങനെയാണ് ഈ തീ കൊളുത്തിയത്, ഏത് സാഹചര്യത്തിലാണ് എന്നൊക്കെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മകൻ ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് കൊലപാതകം നടത്തിയിട്ടാണോ ഇത് കത്തിച്ചത്, അത് കൊലപാതകം നടത്താതെ ആണോ ഇത് കത്തിച്ചതെന്നതിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവമുണ്ടായത്. ഉറങ്ങിക്കിടന്ന വൃദ്ധരായ മാതാപിതാക്കളെ മകൻ വിജയൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.